ഇപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഇതിന് പരിശോധന നടത്തിയത്, ഇന്നലെ ഉച്ചയ്ക്ക്. അപ്പോൾ ഇവിടെ ഒരു 8 സ്പോട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു പ്രോബബിൾ സ്പോട്ട്സ് എന്ന് പറയാൻ പറ്റും. ഇത് ഇവിടെ വരാൻ്റെ റീസൺ പറഞ്ഞാൽ നമുക്ക് 2 പേര് നമ്മൾ ഗൈഡ് ചെയ്തു. ഒന്ന് നസീർ, ഒന്ന് മുഹമ്മദ്. അവർ ഇവിടുത്തെ ആൾക്കാരാണ്. അവർക്ക് ഈ ഫുൾ ഏരിയയുടെ നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന പോലെ അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ട്. ഈ ബ്ലോക്കേഡിൽ വെള്ളം വന്നിട്ട് നിന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ബോണ്ടീസും എല്ലാം ഇവിടെ വന്ന് പെടാൻ ഒരു നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് ഈ എന്താണ് പറയുക, ഒരു മടിയായ കാരണം ആർക്കും ഇവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഡ്രോൺ അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഡ്രോൺ കൊണ്ടുപോയിട്ട് അതിനെ പരിശോധന നടത്തിയപ്പോൾ നമുക്കൊരു 8 സ്പോട്ട്സ് കിട്ടിയിട്ടുണ്ട്. അതിന് ഇന്ന് ഡ്രോണും പിന്നെ സിവിൽ സർവീസസും സിവിൽ ഡിഫൻസും ഫയർ സർവീസും എല്ലാവരുടെയും സഹായം കൂട്ടിയിട്ട് അതിനെ 8 സ്പോട്ടിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഒരു ഫുൾ ഡേ എടുത്തു അതിനെ മാർക്ക് ചെയ്യാനായിട്ട്. ഭയങ്കര പാട് അവിടെയൊക്കെ പോകാനായിട്ട്, കുഴിയും മണ്ണും അങ്ങനെ പോണു. അപ്പോൾ ഈ 8 സ്പോട്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറേ നേരമായിട്ട് എസ്കേവേറ്റർ അവിടെ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വരാൻ പറ്റില്ല. ഒരു അഗെയിൻ അവിടെ എന്താ പറഞ്ഞതിന് ചതുപ്പുള്ള കാരണം എസ്കേവേറ്ററിന് വരാൻ പറ്റില്ല. വരാൻ പ്രയത്നം ചെയ്യുന്നുണ്ട്. വന്നാൽ ഡിഗ് ചെയ്യും. പിന്നെ വേറൊരു നല്ല എൻകറേജിങ് ന്യൂസ് പറഞ്ഞാൽ, നമ്മൾ 2 ആർമി ഡോഗ്സിനെ അവിടെ അയച്ചു. ഈ 2 ആർമി ഡോഗ് അവിടെ പോയിട്ട് നോക്കിയപ്പോൾ മണം കിട്ടിയിട്ടുണ്ട്. 2 ഡോഗിനും 2 സ്പോട്ടിൽ മണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്പോട്ടിന് അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ഒരു നല്ല ആവാൻ ചാൻസ് ഉണ്ടാണ്. നമുക്കൊരു പ്രോബബിലിറ്റി ഹോപ്പ് ഉണ്ട്. നോക്കട്ടെ, അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ എസ്. നമുക്കും ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. ടോട്ടൽ എത്ര സ്പോട്ട്സ് സാർ? ഇവിടെ 8 സ്പോട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു 4 സ്പോട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് 8 സ്പോട്ട്സ്. ഇതാണ് കുറച്ചുകൂടെ കൂടുതൽ ചാൻസ്. കാരണം ഇവിടെയാണ് ബോഡിയെ സ്ട്രക്ക് ആവാൻ ചാൻസ്, എന്തായാലും സ്ട്രക്ക് ആവാൻ ചാൻസ് ആയിട്ട്. ഡ്രോണ് സിഗ്നൽ പറ്റി പറയണോ? അപ്പോൾ ഈ ഡ്രോൺ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോൺ സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് കയറ്റും. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ താഴെ പോയിട്ട് തിരിച്ചു വരും. ഒരു 3-4 മീറ്റർ പോകാൻ നമുക്ക് അതിൻ്റെ സാധ്യതയുണ്ട്. തിരിച്ചു വരുമ്പോൾ ആ റിട്ടേൺ സിഗ്നലിനെ നമ്മൾ പിടിക്കാറുണ്ട്. റിട്ടേൺ സിഗ്നലിന് ഒരു വേവ് ഫോർമേഷൻ മാറ്റും. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ അത് എങ്ങനെ ഒബ്സ്ട്രക്ഷൻ ആയാലും മതി. ഒരു ഇരുമ്പിൻ്റെ വലിയ പീസോ പോളോ അല്ലെങ്കിൽ ചെയറോ പ്ലാസ്റ്റിക്കോ എന്തായാലും മതി. ഒരു ഒബ്സ്ട്രക്ഷൻ വരും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിനൊരു പാരാബോളിക് ഷേപ്പ് അടിക്കും. അപ്പോൾ തിക്ക് പാരാബോല, തിൻ ഹൈ ഡെൻസിറ്റി പാരാബോല, അങ്ങനെ വേറെ ഒരുപാട് ഷേപ്സ് ഉണ്ട്. എല്ലാം അതിനെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെറ്റാലിക് ഓബ്ജക്ട്സ്, പ്ലാസ്റ്റിക്സ്, എക്സ്പ്ലോസീവ്സ്, ആംസ്, അമ്യൂണിഷൻ ഐ ഡി പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റാബേസ് ഉള്ളത്. നമ്മുടെ ഇപ്പോൾ ചാലഞ്ച് എന്താ പറഞ്ഞാൽ, ഒരു ഡെഡ് ബോഡിയുടെ നമുക്ക് ഡേറ്റാബേസ് തീരെയില്ല. അപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സിഗ്നൽ തീരെയില്ല. അത് ഞങ്ങൾ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 1-2 സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റാബേസിനെ വെച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. അതിനാണ് അവിടെ അവർ 2 സ്പോട്ട് കാണിക്കണം. അപ്പോൾ ചിലപ്പോൾ 2 ബോഡി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പറയാൻ ഒരുപാട് പാടാക്കാം ശരിക്കും. പക്ഷേ 2 വേറെ സ്പോട്ടാണ്. അപ്പോൾ ചിലപ്പോൾ 2 ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവിടെ താഴെ തുണിയാവാൻ ചാൻസ് ഉണ്ട്. ഒരു ആളുടെ തുണി, ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ ഒരു നൈറ്റി കിട്ടി നമുക്ക്. ഇപ്പോൾ ഒരു തുണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രോബബിലിറ്റിയാണ്. പക്ഷെ മൊത്തം തരേണ്ട പകരം നമ്മൾ പറയുന്ന ഒരു 8 സ്പോട്ട്സ് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് തിരയാനായിട്ട്. ശിരൂർ മേഖലയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ മാറിയിട്ട് ഒരു ബോഡി കണ്ടെത്തുന്ന സാധ്യത ഉണ്ടായിട്ടുണ്ട്. ആണോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അന്ന് നമ്മൾ സിഗ്നൽസൊക്കെ നോക്കുമ്പോഴും മണ്ണിൻ്റെ അടിയിൽ ആണ് ആ ലോറി എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു നിഗമനം. ഇങ്ങനെ ഒഴുകിയെത്താനൊരു സാധ്യതയുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് അവിടെ 3 ബോഡി മിസ്സിംഗ് ആയിരുന്നു അല്ലേ ടോട്ടൽ. അതിൽ ഒരു ബോഡി മണ്ണിൽ താഴെയും ആവാൻ പറ്റും, ഒഴുകിയിട്ട് താഴെയും പോകാൻ പറ്റും. അതിന് എല്ലാം ചാൻസും ഉണ്ട്. പിന്നെ മണ്ണ് താഴെ കയറിയിട്ട് വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി അവിടെ കിട്ടി. ഞാൻ നോക്കിയിട്ടില്ല എക്സാക്ട് സ്ഥലം അറിയോ എവിടെയാണെന്ന്. 50 കിലോമീറ്റർ 60 കിലോമീറ്റർ. അപ്പോൾ ഫ്ലോ ആയി പോയി. അപ്പോൾ എന്തൊക്കെ കാണും, ഈ ബോഡി 2-3 ദിവസം താഴെ ഇരിക്കും. പിന്നെ അത് തന്നെ പൊന്തി വന്നാൽ വെള്ളം കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതാണ് ആ ബോഡി എങ്ങോട്ട് പോയിരിക്കണത്. ബാക്കി ബോഡി ചിലപ്പോൾ അവിടെ തന്നെ മണ്ണിൻ്റെ താഴെ കിടക്കുമായിരിക്കും. വെള്ളം താഴ്ന്നിട്ടുണ്ടെന്ന് പറയണം. ഇല്ല, ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. ഇവിടെ വെള്ളം താഴ്ന്നിട്ടില്ല. ഒരു 7 knots ഇപ്പോഴും ഉണ്ട് കറണ്ട്.